അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. മലപ്പുറം ജില്ല രൂപപ്പെട്ടാൽ ഒരു ചെറു പാകിസ്ഥാൻ രൂപപ്പെടുമോ? ആയിരത്തോളം വരുന്ന ഹിന്ദുക്കളെ, ആയിരത്തോളം വരുന്ന അമുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്നവരാണ് മുസ്ലിങ്ങൾ. ആയിരങ്ങളെ മതപരിവർത്തനം ചെയ്തിട്ടുള്ള ഒരു സംഘടനയുണ്ട് അവർക്ക് പൊന്നാനിയിൽ. മലപ്പുറം ജില്ല രൂപപ്പെട്ടാൽ കടലോര പ്രദേശമായതുകൊണ്ട് തന്നെ അവർക്ക് തീരദേശ ബന്ധങ്ങളുണ്ടാവാൻ കാരണമാകും. 1969 ജൂൺ 6 മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ചില വരികളാണിത്. പറഞ്ഞു വരുന്നത്, അന്നേ മലപ്പുറം ജില്ലയെ ഏറെ ഭീതിയോടെ കാണുകയും അത് വെച്ചുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ അളക്കുകയും ചെയ്തവരായിരുന്നു അന്നേ ജീവിച്ചു പോന്നവർ. 1957 മലബാർ എന്ന് പറയുന്ന വലിയൊരു ഭൂപ്രദേശത്തെ 3 ജില്ലകളാക്കി തിരിക്കുകയും പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്ന ഈ 3 ജില്ലകളെ 1969 ജൂൺ 16 വിഭജിച്ചുകൊണ്ട്, അതിൽ നിന്ന് പാലക്കാടിനെയും കോഴിക്കോടിനെയും വിഭജിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്ന പുതിയൊരു ജില്ല രൂപപ്പെടുന്നത്. രൂപപ്പെട്ട അന്ന് 14 ലക്ഷത്തോളം ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി 45 ലക്ഷമാണ് ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആ 8 സംസ്ഥാനങ്ങളിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ പേരാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലുള്ളത്. ത്രിപുരയിൽ 37 ലക്ഷമാണ് ജനസംഖ്യയുള്ളത്. മണിപ്പൂരിൽ 28 ലക്ഷവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ എത്രയോ മേലെയാണ് മലപ്പുറം ജില്ലയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. കേരളത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും എന്ന ഈ 3 ജില്ലകൾ ഒരുമിച്ച് കൂട്ടിയാൽ അവിടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 42 ലക്ഷത്തോളമാണ്. എന്നാൽ അതിൽ നിന്നും കൂടുതലാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലുള്ളത്. നമുക്കറിയവർക്കും അറിയുന്നത് പോലെ തന്നെ അധിനിവേശ കാലം മുതൽ തന്നെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ അധിനിവേശ പോരാട്ടങ്ങൾ നടത്തുകയും അവരിൽ നിന്ന് ഏറെ ബുദ്ധിമുട്ടുകളും സഹിച്ചവരാണ് മലപ്പുറം പ്രദേശത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ. അതുപോലെ തന്നെ ഏറെ പ്രയാസങ്ങളിലൂടെ തന്നെയാണ് ഇന്നും മലപ്പുറത്തിൻ്റെ പോക്ക് എന്നുള്ളത്. 1996 ജനകീയാസൂത്രണ മുന്നേറ്റം എന്ന പേരിൽ കൊണ്ടുവന്ന കേരളത്തിൻ്റെ എല്ലാ ജില്ലകളെയും ഒരുമിച്ച് കൂട്ടി വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അന്നാണ് മലപ്പുറവും വികസനത്തിൻ്റെ ആദ്യ പടികൾ ചുവട്ടുന്നത്. അതിന് ശേഷം ഇത്ര കാലമായിട്ടും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ മലപ്പുറത്തിനായിട്ടില്ല. മലപ്പുറത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു സർക്കാരാണെങ്കിലും മറ്റു ഇതര സംഘടനകളാണെങ്കിലും കടന്നു വരുമ്പോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മലപ്പുറം ജില്ലയുടെ ആരോഗ്യ മേഖലയെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഏറെ പരാജയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങളും പ്രൊജക്റ്റുകളും ക്ഷേമ പദ്ധതികളും ഒരു ജില്ലയ്ക്ക് ലഭിക്കണമെങ്കിൽ ആ ജില്ലയിലേക്ക് എത്തുന്നത് റവന്യൂ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഓഫീസുകളിലൂടെയാണ്. എന്നാൽ ജനസംഖ്യാനുപാതം എടുത്തു നോക്കി പരിശോധിച്ചാൽ അവ ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനസംഖ്യക്കനുസരിച്ച് ഈ ജില്ലയിൽ അത്രത്തോളം
പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ജില്ലയുടെ ഭരണകൂടത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആ ജില്ലയുടെ കലക്ടറാണ്. മലപ്പുറം ജില്ലയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 45 ലക്ഷം വരുന്ന ഈ മനുഷ്യർക്ക് വേണ്ട എല്ലാവിധ ക്ഷേമങ്ങളും നൽകേണ്ടത് അത് ഈ ഒരൊറ്റ കലക്ടറാണ്. അദ്ദേഹമാണ് അതിന് വഴിയൊരുക്കേണ്ടത്. എന്നാൽ പത്തനംതിട്ട എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 11 ലക്ഷം പേര് മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ എന്നുള്ളത്. എത്രത്തോളം വ്യത്യാസമുണ്ട് അതിലെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും ആ ജില്ലയിലെ ജനസംഖ്യ എടുത്തുകൊണ്ട് അതിൻ്റെ അനുപാതം കണക്കാക്കിക്കൊണ്ട് ആ ജില്ലയിൽ പഞ്ചായത്തുകൾ വേണമെങ്കിൽ പഞ്ചായത്തുകൾ നൽകുകയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ വേണമെങ്കിൽ മുനിസിപ്പാലിറ്റികൾ നൽകുകയും അതിനു വേണ്ടിയുള്ള എല്ലാവിധ രേഖകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ 2020 അവസാന നിമിഷം വെച്ചുകൊണ്ട് നിപ്പയും മറ്റും പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ആ സമിതിയെ നിശ്ചയിച്ചിരുന്ന സെക്രട്ടറി പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് നിലവിലുള്ള 941 ഗ്രാമപഞ്ചായത്തുകളുടെ ജനസംഖ്യാനുപാതം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 27,430 അധികരിച്ചുള്ള ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറത്തുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ആ ഗ്രാമപഞ്ചായത്തുകൾ വിഭജിച്ചുകൊണ്ട് പുതിയ ഗ്രാമപഞ്ചായത്തുകൾ നിർമ്മിക്കൽ അനിവാര്യമാണെന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ അത് മാറ്റി നിർത്തുകയായിരുന്നു സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇനി നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വേർതിരിച്ചിലുകളില്ലെങ്കിൽ അത് എത്തിച്ചേരുന്നത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതിലേക്കാണ് എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴാണ് പുതിയ പഞ്ചായത്ത് ഓഫീസുകൾ കടന്നു വരികയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കടന്നു വരികയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ആനുകൂല്യം മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട കേന്ദ്ര സർക്കാരുകളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തപ്പെട്ടു, മലപ്പുറം ജില്ലക്കാർക്ക് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ ഹോസ്പിറ്റൽ സിറ്റി എന്ന് അറിയപ്പെടുന്നതിൽ പെരിന്തൽമണ്ണയുണ്ട്. എത്രത്തോളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് അവിടെയുള്ളത് എന്നുള്ളത് നമുക്കേവർക്കും പരിശോധിച്ചാൽ മനസ്സിലാകും. അത്രത്തോളം രോഗികളും ഈ മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ജില്ലാ ആശുപത്രിയുടെ പേരിൽ സർക്കാർ വരുത്തിവെച്ചിട്ടുള്ള പരാജയമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അന്ന് 2011 UDF മന്ത്രിസഭയാണ് 2 ജില്ലാ ഹോസ്പിറ്റലുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് മലപ്പുറം ജില്ലക്കും മറ്റൊന്ന് പത്തനംതിട്ടക്കുമാണ്. എന്നാൽ മലപ്പുറം ജില്ലയിൽ ജില്ലാ ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജാക്കി മാറ്റുകയും അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് വേണ്ട അന്ന് ആളുകൾ ഒരുമിച്ച് കൂട്ടിയുണ്ടാക്കിയിരുന്ന 2 ബിൽഡിങ്ങുകൾ അതിന് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പത്തനംതിട്ടയുടെ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർത്തും വ്യത്യസ്തമാണ്. 500 കോടിയിലേറെ രൂപയാണ് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അന്ന് പത്തനംതിട്ടയിൽ UDF LDF സർക്കാരുകൾ നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് പറഞ്ഞ് 50 ഏക്കറോളം സ്ഥലം അതിന് വിട്ടുകൊടുത്തു. അതിനുശേഷം അവിടേക്ക് ഗതാഗതം നേരെയാക്കുന്നതിന് വേണ്ടി, സുഖകരമാക്കുന്നതിന് വേണ്ടി 2 വരി പാത അതും സർക്കാർ നൽകി. എന്നാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ് രൂപപ്പെട്ടു നെയിം ബോർഡ് മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് നടത്തിയിട്ടും ഒരു തുണ്ട് സ്ഥലം പോലും മലപ്പുറം ജില്ലയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 50 ഏക്കർ സ്ഥലമുള്ള പത്തനംതിട്ടയ്ക്ക് വരും ബജറ്റുകളിലും പുതിയ പുതിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ മലപ്പുറം ജില്ലയെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും ഇനിയും ലഭിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം മെഡിക്കൽ കോളേജ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരി ഭൂമി പോലും ഇനി മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ള അവിടെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാവസായിക മേഖലയിൽ
കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ 21 വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നുപോലും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്ത ഉടമസ്ഥതയിൽ കൊണ്ട് നടക്കുന്ന 12 വ്യവസായ കേന്ദ്രങ്ങളുണ്ട്. അതിൽ മലപ്പുറം ജില്ലയിലുള്ളത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും നഷ്ടത്തിലോടുന്ന കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രിയൽ ലിമിറ്റ്സ് എന്ന ഒരു വ്യവസായം മാത്രമാണ് മലപ്പുറം ജില്ലക്കുള്ളത്. മലപ്പുറത്തെ സ്പിന്നിംഗ് മിൽ മാറ്റി നിർത്തിയാൽ 18 സഹകരണ മേഖലകളിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ പേരെടുത്ത് പറയാവുന്ന ഒന്നും തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികൾക്കിടയിലും 5 ലക്ഷം പേർക്ക് 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന കയർ വ്യവസായത്തിൻ്റെ ഒരു യൂണിറ്റ് പോലും ഇന്ന് മലപ്പുറം ജില്ലയിലില്ല. 613 യൂണിറ്റുകൾ 613 കയർ നിർമ്മാണ യൂണിറ്റുകൾ കേരളത്തിലുണ്ടായിട്ടും ഒന്നുപോലും മലപ്പുറം ജില്ലയിലില്ല എന്ന് പറയുന്നത് എത്രത്തോളം അപകടമാണ്. അത്രത്തോളം തൊഴിൽ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും ഇന്ന് മലപ്പുറം ജില്ലയെ ഏറെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗതം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ മലപ്പുറം ജില്ലയെ മാറ്റി നിർത്തിയിട്ടുള്ള കഥകളുണ്ട്. ബ്രിട്ടീഷാണ് കേരളത്തിൽ ആദ്യമായി റെയിൽവേ കൊണ്ടുവരുന്നത്. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു അത്. എന്നാൽ അതാണ് പിന്നീട് പാലക്കാട് വഴി ചെന്നൈയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 1921 66 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഷൊർണൂർ നിലമ്പൂർ റെയിൽവേയും കൊണ്ടുവന്നത് അവർ തന്നെയായിരുന്നു. എന്നാൽ ആ റെയിൽവേ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് 1 കിലോമീറ്റർ പോലും ഇവിടുത്തെ സർക്കാർ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൊങ്കൺ റെയിൽവേ വന്നതോടുകൂടി തിരൂരടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൂടെ നിരന്തരം പല ട്രെയിനുകൾ പോയിട്ടും ജില്ലയിൽ ഒരൊറ്റ സ്റ്റോപ്പില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തിരൂർ റെയിൽവേ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 25 കോടിയോളം വരുമാനമുണ്ട് ഓരോ വർഷവും തിരൂർ റെയിൽവേ സ്റ്റേഷന്. എ ക്ലാസ് റെയിൽവേ സ്റ്റേഷനാണ്. എന്നിട്ട് പോലും ഒരു സ്റ്റേഷൻ സ്റ്റോപ്പ് പോലും അവിടെ നിയമിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിലുള്ള ഒരാൾക്ക് ഡൽഹിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലും അതിനുള്ളതില്ല. മറിച്ച് അവർ കോഴിക്കോട്ടേക്കോ ഷൊർണൂറിലേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കോ പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് കാലമേറെയായി ചർച്ച ചെയ്യുന്നു. ഒന്ന് അങ്ങാടിപ്പുറം മുതൽ ഫറോക്ക് വരെയുള്ള റെയിൽവേ പാതമാണ്. 55 കിലോമീറ്റർ ഉള്ള കൊണ്ടോട്ടിയെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ആ യാത്ര, അതിന് കേന്ദ്ര സർക്കാർ സർവേ നടത്തുകയും വിജയകരമാണെന്ന് 100% ഉറപ്പ് കൊടുത്തിട്ട് പോലും അന്ന് അതിന് വേണ്ട പരിശ്രമങ്ങൾ നടക്കാതെ അതും മാറ്റിവെക്കപ്പെട്ടു. കാരണം ഒന്ന് മാത്രമായിരുന്നു, മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയുടെ KSRTC ഡിപ്പോ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3 ഏക്കറിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തുടങ്ങി വെച്ച പ്രവർത്തനമാണ് പിന്നീട് പായവഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും, ഓരോ വാർഡുകളിലും വേണ്ട പ്രൈമറി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലും നമുക്ക് കുറവാണ് എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ ഇനി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടെ അതിലും വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര കാലമായി നാം +1 സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്നു. +1 സീറ്റുകൾ വേണമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും നമുക്ക് മുന്നിൽ കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം മലപ്പുറം ജില്ലക്ക് നൽകപ്പെട്ടാൽ അത് വെറും ഒരു മുസ്ലിങ്ങളോടുക്ക് നൽകിയ ഒരു ഔദാര്യമായിട്ട് കൊണ്ടാണ് സർക്കാർ അതിനെ കാഴ്ചവെക്കുന്നത്. അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് നൽകുന്ന ഒരു പോസിറ്റീവായി കണ്ടുള്ള ഒരു കാര്യം, ഒരു നിധിയായിട്ടാണ് അവർ കാണുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തിന് മാത്രം ഒന്നും നൽകേണ്ടതില്ല എന്നുള്ള തീർച്ചയിൽ നിന്നാണ് അവർ അതിൽ നിന്നും പിന്മാറുന്നത്. ഈ വിഷയത്തിൽ പല കാര്യങ്ങളും ക്യാബിനറ്റിൽ വരുമ്പോൾ രാഷ്ട്രീയക്കാർ തമ്മിൽ നിന്ന് തല്ലുന്നതാണ് കാണാറുള്ളത് എന്ന് പഞ്ചായത്തിൽ ഒരു മെമ്പർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം അവർ പറയുന്നത്, മാധ്യമങ്ങൾ ക്യാബിനറ്റിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് ചർച്ചക്കെടുക്കുകയും അത് മലപ്പുറം ജില്ല എന്ന പേരിൽ മാത്രമാക്കിക്കൊണ്ട് അതിൽ നിന്ന് അവരെ ക്യാബിനറ്റ് അംഗങ്ങളെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ജീവിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് മലപ്പുറം ജില്ലയെ ഇത്രയും കാലം സർക്കാരുകൾ മാറ്റി വെച്ചിട്ടുള്ളത്. 2020
വിദ്യാഭ്യാസ മേഖലയിൽ ആയിഷ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ അന്ന് CHന്റെ ഏറ്റവും വലിയ വിജയമാണിതെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയവർ ഒരിക്കലും 6 മന്ത്രിമാരുണ്ടായപ്പോൾ പോലും വിദ്യാഭ്യാസത്തിൽ വേണ്ടമായ പുരോഗതി കൊണ്ടുവരാൻ അന്ന് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു തീർച്ചയാണ്. വിഭജിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന മാർക്സിസ്റ്റുകാർക്കും അതൊരു ചോദ്യമാണ്. എന്താണ് ഇവർക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രീമിയർ ഗ്രൂപ്പ് സോങ് റിപ്പോർട്ടിംഗ് അവസാനം.